ഇതാകും കുഞ്ഞ് ഇരുമ്പ് ചീനിച്ചട്ടി ഇവിടെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കാത്ത കാരണം അതിനകത്ത് ആ ഒരു അയണിൻ്റെ ഇത് വന്നു. കുറേ തേച്ച് കഴുകിയിട്ടുണ്ട്. ഈ തേച്ച് കഴുകിയ ഈ ഇരുമ്പ് ചീനിച്ചട്ടി ഉപയോഗിച്ച് നമുക്ക് ഒരു എണ്ണ, സ്പെഷ്യൽ ടൈപ്പ് എണ്ണ കാച്ചാം. അതൊന്ന് കാണിച്ചു തരാം. ഒരുപാട് ഔഷധ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അനുഭവപ്പെടുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അടുക്കളയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ പെരുമാറ്റുന്ന സമയത്ത് പെട്ടെന്ന് കൈ പൊള്ളാനും ഒക്കെ ഉണ്ടാവും. അങ്ങനെ പൊള്ളുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് നമുക്ക് അടയാളം പോലും നിലനിൽക്കാത്ത ടൈപ്പ് ഒരു മരുന്നാണ് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുത്ത് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പൊള്ളലിനുള്ള മരുന്നാണ്. ആദ്യം നമ്മൾ അടുപ്പിനകത്ത് നമ്മൾ ആ ചീനിച്ചട്ടി വെച്ചിട്ട് കത്തിച്ചതിന് ശേഷം ഇപ്പം അത് കുറച്ച് വെള്ളമയമൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളമയം മുഴുവൻ വറ്റാൻ വെച്ചേക്കാം. നമ്മൾ ഈ എടുത്തേക്കുന്ന ഇലകൾ, ഇത് നമ്മുടെ തേക്കിൻ്റെ തൂമ്പിലയാണ്. കാരണം നമ്മുടെ വീട്ടിലൊരു ചെറിയ തേക്ക് മരം ഉള്ളതുകൊണ്ട് അതിൻ്റെ തൂമ്പിൻ്റെ ഇല പൊട്ടിക്കാൻ നമുക്ക് എളുപ്പത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടില്ല, കാരണം തേക്കിൻ്റെ ഇലയൊക്കെ എപ്പോഴും മേളിലായിരിക്കും. അപ്പോൾ കിട്ടുന്ന സംഭവം എടുത്തിട്ട് എവിടെന്നെങ്കിലും സൂക്ഷിച്ച് കൊണ്ടുവരിക. അതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ എണ്ണ കാച്ചി വെക്കാൻ പറ്റുന്നത്. എനിക്ക് നല്ലൊരു അനുഭവമുണ്ട്. ഞാൻ ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് എനിക്ക് ഒരു സൈലൻസറിൽ നിന്ന് ഒരു പൊള്ളൽ അനുഭവപ്പെടുകയും ആ പൊള്ളലിൻ്റെ അടയാളം പോലും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ കാല് പൂർണ്ണമായിട്ടും മാറുന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷേ അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ഒരു വൈറ്റ് ഒരു മരുന്നുണ്ടായിരുന്നു, ഒരു ക്രീം പോലത്തെ ഒരു സാധനം. അത് പുരട്ടിയിട്ട് ആയിട്ട് ഭയങ്കര നീറ്റിലും പുകച്ചിലും ഒക്കെ ഫീൽ ചെയ്തിരുന്ന സമയത്ത് 2 ദിവസം മാത്രമേ ഞാൻ അത് ഇട്ടുള്ളൂ. 3-ാമത്തെ ദിവസം തൊട്ട് ഒരു തമിഴ് പറയുന്ന ഒരാൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരികയും വീട്ടിലത്തെ ഒരു മോൻ്റെ കാല് അപ്രതീക്ഷിതമായിട്ട് സൈലൻസറിൽ പൊള്ളിയപ്പോൾ നല്ല ഒരു വലിയൊരു മുറിവ് പോലെ ആയിട്ട് അതങ്ങ് ആകെ പഴുത്തളിഞ്ഞൊരവസ്ഥയായിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ സാഹചര്യത്തിൽ എവിടുന്നോ വന്നൊരു നല്ലൊരു മനുഷ്യൻ, ആൾ പറഞ്ഞ ഒരു വൈദ്യമാണിത്. തേക്കല ഇട്ട് വെളിച്ചെണ്ണയിലിട്ട് കാച്ചിയിട്ട് അത് പുരട്ടിയാൽ മതി, അടയാളം പോലും ഇല്ലാത്ത രീതിയിൽ അത് മാറി കിട്ടുന്നു. അതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മാറുകയും തൊട്ടടുത്ത ദിവസം എനിക്കൊരു അപ്രതീക്ഷിതമായിട്ടൊരു അപകടം സംഭവിക്കുകയും അതേപോലെ എൻ്റെ കാലിൽ പൊള്ളുകയും ചെയ്തതായിരുന്നു. ആ സമയത്ത് ഞാൻ ചെയ്ത മരുന്നാണിത്. എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിലേക്ക് ഇത് എത്തിച്ചു തരുന്നത്. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റെമഡിയാണ്. എല്ലാവരും ഇത് സൂക്ഷിച്ച് ചെയ്തു വെക്കുക. ഇതാ നമ്മുടെ ചീനിച്ചട്ടി ചൂടായ ചീനിച്ചട്ടിയിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഇത് ഇരുമ്പ് ചീനിച്ചട്ടിയാണ്, അതാണ് ഇരുമ്പ് ചീനിച്ചട്ടിക്ക് മറ്റേ ചീനിച്ചട്ടി അത്രയും സൗന്ദര്യമൊന്നും കാണില്ല. പക്ഷേ ഫലത്തിലാണെങ്കിൽ ഗുണകരമാകുന്ന ഒരു അവസ്ഥ ഏറ്റവും ഗുണം ചെയ്യുന്നത് ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണയൊക്കെ കാച്ചാൻ ശരിക്കും ഇരുമ്പ് ചീനിച്ചട്ടി എടുക്കണം എന്ന് പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇനി ആ എടുത്ത് വെച്ചേക്കുന്ന തേക്കിൻ്റെ തളിരിലകൾ അരിഞ്ഞിടും. ഇതാ നമ്മുടെ തേക്കിൻ്റെ തളിരിലകൾ വളരെ കുഞ്ഞായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് വലിയ അറിവൊന്നുമില്ല ഇങ്ങനെ വീഡിയോയും സംബന്ധമായ കാര്യങ്ങൾ. ഒറ്റയ്ക്ക് ചെയ്യുന്നതിൻ്റെ അപാകതകളുണ്ടാവും. എല്ലാ വ്യൂവേഴ്സും അങ്ങ് പൊരുത്തപ്പെടണം. അങ്ങനെ നമ്മൾ ഈ എടുത്തു വച്ചേക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് ഈ കുഞ്ഞായിട്ട് അരിഞ്ഞ തേക്കിൻ്റെ ഇല ഇട്ട് കൊടുക്കുമ്പോൾ കാണുന്ന ആ ഒരു വ്യത്യാസം കാണുന്നുണ്ടോ നിങ്ങൾ? നല്ല റെഡിഷ് കളറായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്പൂൺ എടുക്കുക. ആ സ്പൂൺ ഇത് ഇങ്ങനെ കാണുന്നുണ്ടോ? നല്ല റെഡിഷ് കളറായിട്ട് വരുന്നുണ്ട് ആ വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ നല്ല റെഡ് കളറായിട്ട് വരും. ഇങ്ങനെ വരുന്ന ഈ വെളിച്ചെണ്ണ നമ്മൾ ഇത് നല്ലപോലെ ഇതൊന്ന് കുറച്ചും കൂടെ ഈ എണ്ണയും ഈ ഇതും കൂടെ കടന്ന് അതിൻ്റെ അകത്തെ കംപ്ലീറ്റ് സത്ത് ഇറങ്ങി വരുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ സാധാരണ എണ്ണയൊക്കെ കാച്ചുമ്പോൾ ഒന്ന് കൽക്കൻ പോലെ ആവില്ലേ, അത്രയും നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല റെഡിഷ് കളറായി വരുന്നുണ്ട്. പ്രാങ്ക് ചെയ്യുന്നതല്ല, ഇത് ബെസ്റ്റ് റെമഡിയാണ് എന്തിനുള്ളത്, പൊള്ളലിനുള്ളത്. അപ്പോൾ ഇനി പൊള്ളിയ അടയാളങ്ങൾ പോലും നമ്മുടെ ശരീരത്തിൽ നിലനിർത്താത്ത രീതിയിലുള്ള ഒരു സംഭവമാണ്. ഇങ്ങനത്തെ ഒരു വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ്.
ഈ പ്രൂഫ് ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരാം. കാരണം എൻ്റെ ശരീരത്തുണ്ടായേക്കുന്ന ഒരു വലിയ പിന്നെ പൊള്ളലിൻ്റെ അടയാളം പോലും ഇല്ലാത്ത രീതിയിൽ, കാരണം കരിഞ്ഞ അവസ്ഥയിലായിരുന്നു എൻ്റെ കാലുണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്നും മുക്തമായിട്ട് എൻ്റെ കാലിപ്പോൾ ഒരു കുഴപ്പമില്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കുക. അറിയാത്തവർ ഇത്തരം ഒരു അനുഭവമായിട്ട് കിട്ടിയിട്ടുള്ളവരൊന്ന് ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായിട്ട് നല്ല പറ്റുന്ന എനിക്കറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരാം. എന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്രിയമുള്ളവരെ.